ഹലോ ഗായ്സ്, വെൽക്കം ടു ജംഷി ടോക്ക്. എല്ലാവരും IPL ട്രേഡിങ്ങും IPL റിട്ടൻഷനൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന നേരമായിരിക്കും. നമുക്കറിയാം, ഈ IPL ഏറ്റവും കൂടുതൽ ന്യൂസുകളും ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെയും ജനങ്ങൾ കാത്തിരുന്നത് സഞ്ജു സാംസൺ CSK ട്രേഡായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ അതിൻ്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിരിക്കുകയാണ് രണ്ട് ടീമുകളുടെ ഭാഗത്തു നിന്ന്. താങ്ക് യു പോസ്റ്റുമായിട്ട് രാജസ്ഥാൻ റോയൽസും വെൽക്കം പോസ്റ്റുമായിട്ട് വണക്കം സഞ്ജു എന്ന് പറഞ്ഞ് ചെന്നൈ സൂപ്പർ കിങ്സും പോസ്റ്റ് ഇട്ട് കഴിഞ്ഞു. നിലവിൽ 18 കോടി രൂപ അമൗണ്ടിനാണ് സഞ്ജു സാംസൺ ചെന്നൈയിലേക്ക് എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ അതിന് പകരമായിട്ട് ചെന്നൈക്ക് പകരമായിട്ട് കൊടുത്ത ജഡേജയും സാംകറാനും 14 കോടി രൂപയ്ക്കാണ് ജഡേജയുടെ സാലറി ആയിട്ട് രാജസ്ഥാൻ റോയൽസ് നിശ്ചയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 2.60 CR സാംകറിൻ്റെ. രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം രണ്ട് മികച്ച ഓൾറൗണ്ടേഴ്സിനെയാണ് പകരം കിട്ടിയിരിക്കുന്നത്. ചെന്നൈനെ സംബന്ധിച്ചിടത്തോളം ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നല്ല വാല്യൂ ഇല്ല, റീപ്ലേസ്മെൻ്റ് ഓഫ് തല എന്ന രീതിയിലുള്ള ഒരു മികച്ച ട്രേഡിങ്ങിനാണ് ലഭിച്ചിട്ടുണ്ട്. 18 കോടി രൂപയ്ക്ക് ഒരു മികച്ച താരത്തിന് ഏറ്റവും കൂടുതൽ ഫാൻ ഫോളോവേഴ്സ് ഇല്ല, അഥവാ മലയാളി ഫാൻസ് അടക്കം ഇനി ചെന്നൈയെ ഫോളോ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറും എന്നുള്ളത് ചെന്നൈ മാനേജ്മെൻറ്റിന് നല്ല രീതിയിൽ അറിയാം. സ്വാഭാവികമായിട്ട് രണ്ട് ടീമിനും ഒരേപോലെ ലാഭവും നഷ്ടവും കോട്ടമുള്ള ഇതാണ്. ജഡേജയെ പോലെ ഒരു താരത്തെ വിട്ടുകൊടുക്കേണ്ടി വന്നത് ചെന്നൈക്ക് നഷ്ടമാണെങ്കിൽ പോലും സഞ്ജുവിനെ അത് വെച്ച് ഏകദേശം ഓവർകം ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അടുത്ത സീസണിൽ ഓപ്പണിംഗ് സ്ഥാനം അതല്ലെങ്കിൽ 1 ഡൗൺ ആയിട്ടായിരിക്കും സഞ്ജു പ്ലേസ് ചെയ്യപ്പെടുക എന്നാണ് വിചാരിക്കുന്നത്. ക്യാപ്റ്റൻസി സ്ഥാനത്തേക്ക് ധോണി തന്നെ ആവുമോ അതോ സഞ്ജുവിന് കൊടുക്കുമോ എന്നുള്ളതിലുള്ള അനിശ്ചിതത്വമൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിലൊരു തീരുമാനം വരും ദിവസങ്ങൾ അറിയാം എന്ന് വിചാരിക്കുന്നു. ഗെയ്ക്വാദിന് ഒരു ക്യാപ്റ്റൻസി സ്ഥാനം കൊടുക്കാനുള്ള സാധ്യത വളരെ വിളരമാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ഇതിൽ മിക്കവാറും സഞ്ജു സാംസൺ ആയിരിക്കും CSKയുടെ ക്യാപ്റ്റൻ. അത് CSK ഫാൻസിൽ ഉണ്ടാക്കുന്ന ബൂസ്റ്റ്, അതേപോലെ ബ്രാൻഡ് വാല്യൂവിൽ ഉണ്ടാക്കുന്ന ബൂസ്റ്റ് വളരെ അധികമായിരിക്കും. ഡെഫിനറ്റ്ലി രാജസ്ഥാനെന്ന് മാത്രമല്ല ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മൂവ്മെൻറ്റ് തന്നെയായിരിക്കും സഞ്ജുവിൻ്റെ ട്രാൻസ്ഫർ. ഏതായാലും ഇത്രയും കാലം ഉണ്ടായ റൂമേഴ്സിനും അഭ്യൂഹങ്ങൾക്കും ഒക്കെ വിരാമം ഇട്ടിരിക്കുകയാണ്. രണ്ട് ടീമുകളും ഒഫീഷ്യലായിട്ട് കൺഫർമേഷൻ കൊടുത്തിരിക്കുകയാണ്. സഞ്ജു വിൽ ബി സ്റ്റേ ഓൺ CSK. ഹീസ് ദ ഫസ്റ്റ് ട്രേഡിങ് സക്സസ്ഫുൾ ട്രേഡിങ് IPL 2026 ആക്ച്വലി. സോ നമുക്ക് ആകാംക്ഷയുടെ കാത്തിരിക്കാം സഞ്ജു സാംസൺ CSKയിലെ കുത്തിത്തീർന്ന സ്പിൻ പിച്ച് ഓവർകം ചെയ്യുമോ, ജഡേജ രാജസ്ഥാന് വേണ്ടി ഇമ്പോർട്ടൻ്റ് റോൾ വഹിക്കാൻ കഴിയുമോ, പിന്നെ രാജസ്ഥാൻ്റെ ക്യാപ്റ്റനായിട്ട് സക്സസ്ഫുൾ ആകുമോ എന്നുള്ളതൊക്കെ നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ തൽക്കാലം അതിൻ്റെ ചെയ്യുകയാണ്. മോർ വീഡിയോസിന് വേണ്ടി എൻ്റെ ചാനൽ ജംഷി ടോക്സ് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഫോളോ ചെയ്ത് കൂടെ കൂടുക. ഓക്കെ, ബൈ, സീ യു.